ഇന്നറിയാൻ കറണ്ട് അഫയേഴ്സ് 13/7/2024, 14/7/2024. സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏത് ദിവസമാണ്? ജൂൺ 25. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ദിവസത്തെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കാൻ തീരുമാനിച്ചത്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ ഏത് പ്രദേശത്തു നിന്നാണ് പുതിയ ഇനം ആഴത്തിലുള്ള ഡോഗ് ഫിഷ് സ്ക്വാലസ് ഹിമയെ കണ്ടെത്തിയത്? ശക്തികുളങ്ങര മത്സ്യബന്ധന തുറമുഖം. വനിതാ T20 ഏഷ്യ കപ്പ് 2024 ഏത് രാജ്യത്താണ് നടക്കുന്നത്? ശ്രീലങ്ക. ഏത് സ്ഥാപനമാണ് മെഡിക്കൽ ഡിവൈസസ് ഇൻഫർമേഷൻ സിസ്റ്റം ആരംഭിച്ചത്? ലോകാരോഗ്യ സംഘടന. മെഡിക്കൽ ഉപകരണങ്ങളെപ്പറ്റിയും സാങ്കേതിക വിദ്യകളെപ്പറ്റിയും വിവരങ്ങൾ നൽകുന്നതിനായി ലോക ആരോഗ്യ സംഘടന പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണിത്. ചരിത്രപ്രധാനമുള്ള രേഖകൾ നശിപ്പിച്ചാൽ 5 വർഷം തടവും 25,000 രൂപ പിഴയും വരെ ശിക്ഷ ലഭിച്ചേക്കാവുന്ന പൊതുരേഖാ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം? കേരളം. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ 1-ാം സ്ഥാനത്തെത്തിയത്? കേരളം. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത്? ബീഹാർ. ഇന്ത്യയും ശ്രീലങ്കയും മാലിദ്വീപും ഉൾക്കൊള്ളുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ 5-ാമതായി അംഗമാവുന്നത്? ബംഗ്ലാദേശ്. ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റ് അരങ്ങേറ്റത്തിന്റെ 50-ാം വാർഷികം ആചരിക്കുന്നത്? 2024 ജൂലൈ 13. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത്? നിതിൻ ജാംദാർ. കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാലം നിലവിൽ വരുന്നത്? പെരുമ്പളം. മലയാളി ഡോക്ടർ ജോർജ് മാത്യുവിന്റെ പേരിൽ റോഡ് നാമകരണം ചെയ്ത രാജ്യം? UAE. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനാകുന്നത്? അലക്സാണ്ടർ തോമസ്. റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം? മോസ്കോ ടൈംസ്. AI സൃഷ്ടികൾക്കായുള്ള സൗന്ദര്യ മത്സരത്തിൽ വിജയകിരീടം നേടിയത്? കെൻസ ലൈലി. 28-ാമത്തെ മലബാർ നാവിക അഭ്യാസത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഇന്ത്യ. (2024) പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഷെഫ്റ്റി മിഷൻ? ഗഗൻ നാരംഗ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ? മോഹൻലാൽ. ബ്രിട്ടന്റെ പുതിയ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ? ലിസ നന്ദി. Thanks for watching. Please like and subscribe.